ഈ ഒരു ചർച്ചയിൽ എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഏകദേശം 1979 ജൂലൈ 3-ന് 23 മലയാളികളടക്കം 51 ജീവനക്കാരുമായി പോയ MV കൈരളി എന്ന കപ്പൽ, അതിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ആ ജീവനക്കാരെ പറ്റിയോ ആ കപ്പലിനെ പറ്റിയോ പുറം ലോകത്തിന് ഇതുവരെ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. വളരെ ദുരൂഹത നിറഞ്ഞ ഒരു കപ്പൽ മുങ്ങൽ തന്നെയായി. മുക്കിയതാണോ ഇനി അതുണ്ടോ ഒന്നും നമുക്കറിയില്ല. അതിനെപ്പറ്റി സാറിനും അറിയാലോ. രഞ്ജനി, വളരെ പ്രസക്തമായ ചോദ്യം അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ മത്സ്യം കഴിക്കാതിരിക്കുക. ലൈബീരിയൻ പതാക ഏന്തിയ ഒരു കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള വഴിയിൽ ആലപ്പുഴയ്ക്ക് സമീപം വെച്ച് കടലിൽ മുങ്ങി. മുങ്ങിയതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കാർഗോ പല സ്ഥലങ്ങളിലായിട്ട് വന്ന് അടിഞ്ഞുകൂടുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ധാരാളം കാൽസ്യം കാർബൈഡ് ഉണ്ട്. അതുകൂടാതെ തന്നെ അസറ്റിലീൻ ദ്രാവകം ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതൊക്കെ തീരത്ത് വന്ന് അടിയുന്നുണ്ട്. അസറ്റിലീൻ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല. അസറ്റിലീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ വെൽഡിംഗ് ഉണ്ടല്ലോ, വെൽഡിംഗ് പോലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പുറത്തു വരുന്ന അതിനുപയോഗിക്കുന്ന ഒരു ഗ്യാസാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വെൽഡിങ്ങിൻ്റെ സ്ഥലത്ത് കൂടി പോയാലും നമുക്ക് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ കാർബൈഡ് എന്ന് പറയുന്ന വിഷമാണ്. ആ വിഷം മത്സ്യത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആ മത്സ്യം കഴിക്കുന്നവർക്കും അതിന് ബാധിക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ വിഷം നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കടലിന് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക്കിൻ്റെ തന്മാത്രകൾ ഓരോ മത്സ്യത്തിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നമ്മുടെ കടൽ മലിനമാകുമ്പോൾ നമ്മുടെ കുടലും മലിനമാകുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ കടൽ മലിനമാകുമ്പോൾ കുടലും മലിനമാകും. പക്ഷേ ഇങ്ങനെ യാതൊരു മാലിന്യങ്ങളുടെയും കഥ പറയാതെയാണ് 1967 നീറ്റിലിറക്കിയ കേരളത്തിൻ്റെ അഭിമാന കപ്പലായ കേരളത്തിൻ്റെ ടൈറ്റാനിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചരക്ക് കപ്പലായിരുന്നു എന്നുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിന് അതേ ഒരു കപ്പലായിട്ടുണ്ടായിരുന്നുള്ളൂ. ആകെയും പോവുകയും കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കപ്പലായിട്ടുള്ള MV കൈരളി എന്ന് പറയുന്ന കപ്പൽ. ആ കപ്പൽ വലിയൊരു ആവേശമാണ് കേരളത്തിലുണ്ടാക്കിയത്. കേരളക്കരയിൽ 1967 അത് നീറ്റിലിറക്കി. ജൂലൈ 3 ആ കപ്പലിന് 46 വർഷം തികയുകയാണ്. ഈ കപ്പൽ 1976 5.8 കോടി രൂപയ്ക്ക് നമ്മൾ നോർവേയിൽ നിന്ന് വാങ്ങിച്ച കപ്പലാണിത്. കപ്പലിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. 1976 മർമഗോവ തുറമുഖത്ത് നിന്ന് 20,000 ടൺ ഇരുമ്പയിരുമായിട്ട് ഈ കപ്പൽ കിഴക്കൻ ജർമ്മനിയിലെ ഒരു തുറമുഖത്തേക്ക്, കിഴക്കൻ ജർമ്മനി കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയാണെന്ന്, ആ ജർമ്മനിയുടെ ആവശ്യത്തിലേക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്തത്. കേരളം അന്ന് ഭരിക്കുന്നത് മുഖ്യമന്ത്രി C. അച്യുതമേനോനാണ്. ആ സമയത്ത് വളരെ ആവേശപൂർവ്വം അവിടുന്ന് നീറ്റിലിറക്കി വിട്ടതാണ്. ആ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ളത് ഇപ്പോൾ കോട്ടയത്ത് വീട് വെച്ചിട്ടുള്ള മരിയൻ ദാസ് ജോസഫ് എന്ന് പറയുന്ന ആളാണ്. കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്. ഈ 2 മക്കളും ഇന്നെങ്കിലും ഞങ്ങൾ അച്ഛൻ പോയ വഴി കണ്ടുപിടിക്കും, കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുമെന്ന വാശിയോടുകൂടി ഈ 2 മക്കളും മർച്ചൻ്റ് നേവിയിൽ ചേർന്നു. ഇപ്പോഴും മർച്ചൻ്റ് നേവിയിൽ അവരുടെ സേവനം തുടരുകയാണ്. പക്ഷേ ഇന്ന് വരെ അവർക്ക് കണ്ടുപിടിക്കാൻ അസാധ്യമാണത്. ഇന്ന് വരെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞുതരാം. നമുക്ക് എവിടെയെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു ലക്ഷ്യം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ട്രാജഡി. കപ്പൽ മർമഗോവയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ആഫ്രിക്കയിലെ ജിബൂട്ടി എന്നൊരു സ്ഥലമുണ്ട്, തുറമുഖം. ആ ജിബൂട്ടി തുറമുഖത്തു നിന്നാണ് കപ്പലിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം നിറയ്ക്കേണ്ടിയിരുന്നത്. പോകുന്ന വഴിക്ക് ഇന്ധനം തീർന്നു പോകാനുള്ള ദൂരം അത്രയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കപ്പൽ അവിടെ ജിബൂട്ടിയിൽ പോയിട്ട് ഇന്ധനം നിറയ്ക്കും എന്നുള്ളതാണ് അവിടെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നത്. അതായത് കേരളത്തിൽ അവരെ അറിയിച്ചിരുന്നു, ഷിപ്പിംഗ് കോർപ്പറേഷനെ അറിയിച്ചിരുന്നു വിവരമായിട്ട്. റഡാർ വഴിയുള്ള സിഗ്നൽ സന്ദേശങ്ങളാണല്ലോ നൽകുന്നത്, അവരെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ കപ്പൽ ആ വഴിക്കുള്ള കടലിൽ കൂടി പോയി. യമൻ വഴി ഈ കപ്പൽ പോകുന്നതായിട്ട് ഒരു ദൃക്സാക്ഷി അന്വേഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. യമനാണ്. യമൻ എന്ന് പറയുന്നത് ഇച്ചിരി പേടിയുണ്ടാക്കുന്ന സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കടൽ കൊള്ളക്കാരുടെ ഒരു സങ്കേതമാണത്. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ആകാശാക്രമണം നടത്തി അവരെ കൊല്ലാറുണ്ട്. എങ്കിലും ഭീഷണിയാണത്. പല കപ്പലുകളും പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഹൂത്തി വിമതർ എന്ന് പറയുന്ന ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് പിന്തുണയ്ക്കുന്ന ആ വിമതന്മാരും ഉള്ള സ്ഥലമാണ്. അപകടം പിടിച്ച ഒരു കടൽ തീരമാണ്. അവിടം വഴി പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ കപ്പൽ ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല, ഈ റഡാറിൻ്റെ കണ്ണിലും പെട്ടിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അന്നത്തെ കാലത്തെ വാർത്തയാണ്. അതായത് കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന മരിയൻ ജോസഫ് എന്ന് പറയുന്ന ആൾ വളരെ വിദഗ്ധനായിട്ടുള്ളൊരു കപ്പിത്താനായിരുന്നു. ഫുള്ളി എഫിഷ്യൻറ്റ് ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം കേരള ഷിപ്പിംഗ് കോർപ്പറേഷനോട് വിളിച്ചു പറഞ്ഞു, ഇതിൻ്റെ റഡാറിൻ്റെ മെയിൻ്റനൻസ് പണി പൂർത്തിയായിട്ടില്ല, അപ്പോൾ ഇപ്പോൾ പോകുന്നത് വിവേകമല്ല എന്നൊരു വാക്ക് അദ്ദേഹം സന്ദേശമായിട്ട് നൽകിയിരുന്നു. പക്ഷേ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ പറഞ്ഞു മെയിൻ്റനൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. കപ്പൽ അത്യാവശ്യമായിട്ടും കിഴക്കൻ ജർമ്മനിയാണ്, കമ്മ്യൂണിസ്റ്റ് താല്പര്യമുള്ള രാജ്യമാണ്. അവർ അച്യുതമേനോനും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ബന്ധം അറിയാം, ഈസ്റ്റ് ജർമ്മനിയുമായിട്ട് നല്ല ബന്ധം. അപ്പോൾ അവർക്ക് ഇതിപ്പോൾ തന്നെ അത്യാവശ്യമാണ്, കൊടുക്കണം, ബാക്കിയൊന്നും നേരെ വിട്ടോ എന്നും പറഞ്ഞാണ് അവരെ വിടുന്നത് മർമഗോവ തുറമുഖത്തു നിന്ന്. അപ്പോൾ ഇദ്ദേഹം ഒരു വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഇതിൻ്റെ സ്കില്ലുള്ള ആളാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾ മരിയൻ ദാസ്. കുഴപ്പം ഉണ്ടാവുമെന്നറിയാം. പക്ഷേ നമ്മുടെ ദൗർഭാഗ്യവശാൽ അന്ന് നമ്മുടെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടിരുന്ന ആൾ ഒരു ടെക്നോക്രാറ്റ് അല്ല, അദ്ദേഹം ഈ കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള ആളുമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണിത് നിർബന്ധിച്ച് കപ്പൽ പോകാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. എങ്കിൽ കപ്പലെന്ന് പറയുന്നത് പോലൊരു വാഹനം ഒരിക്കലും ശരിയായ മെയിൻ്റനൻസ് ഇല്ലാതെ കടലിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് കപ്പൽ മുങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നും നമുക്കറിയാൻ പറ്റുന്നത്. പിന്നെ മറ്റൊന്ന്, ഏത് കപ്പൽ മുങ്ങിയാലും അതിനു ചുറ്റും വലിയ വിശാലമായ മൈല് കണക്കിന്, ഏത് കപ്പലായാലും മൈല് കണക്കിന് സ്ഥലത്ത് കടലിൽ എണ്ണപ്പാളി ഇങ്ങനെ പടർന്നു കിടക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി എണ്ണയുടെ കുറവായതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പക്ഷേ ഈ പാതയിൽ ഒരിടത്തും അതിൽ പോകുന്ന ചാല് നമുക്കറിയാമല്ലോ, തീരത്തു നിന്ന് ഇത്ര 14 മൈൽസ് നോട്ടിക്കൽ മൈൽസ് അകലെ, ആ ചാലിലെങ്ങും ഇങ്ങനൊരു പാട കണ്ടിട്ടില്ല. നമ്മൾ ഹെലികോപ്റ്റർ വെച്ചും അന്തർവാഹിനി കൊണ്ടും ഒക്കെ നോക്കി, അങ്ങനൊരു ചാല് ഇതിൻ്റെ അവശിഷ്ടങ്ങളോ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളത് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു കപ്പൽ മുങ്ങിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ സാധ്യതയുള്ളത് നമുക്ക് ഊഹിക്കാവുന്നത്, നമുക്ക് ഈ തെളിവൊന്നുമില്ലെങ്കിലും നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് ഊഹിക്കാവുന്നത്, കൊള്ളക്കാരാരോ ഈ കപ്പൽ തട്ടിക്കൊണ്ടുപോകും. ഇതിന് 20,000 ടൺ ഇരുമ്പയിര്, അതിൻ്റെ ഒരു കുറച്ചെങ്കിലും അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വൻ തുക കിട്ടും. വൻ സ്വകാര്യ വ്യവസായങ്ങളുണ്ടല്ലോ, കള്ളക്കടത്ത് സ്വർണം കൊണ്ട് സ്വർണ്ണക്കടക്കാർക്ക് കൊടുക്കുന്ന പോലെ അങ്ങനെ കൊണ്ട് കൊടുത്താൽ നല്ലൊരു തുക കിട്ടും. പിന്നെ കപ്പൽ വേണമെങ്കിൽ കപ്പൽ തകർത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ കൊള്ളക്കാർ ചേർന്ന് ചെയ്യാൻ അവരതിന് ശക്തിയുള്ളവരാണ്, അതിന് മനസ്സുള്ളവരുമാണ്. അങ്ങനെ കടുക്കൈ വല്ലതും ചെയ്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ കപ്പൽ അതിന് ദിവസങ്ങളൊക്കെ അല്ല, ഷിപ്പ് ബ്രേക്കിംഗ് എവിടെയെങ്കിലും കൊടുത്താൽ മതി. ഏത് കപ്പലാണെന്ന് ആരറിയുന്നു? ഷിപ്പ് ബ്രേക്കിംഗ് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഗുജറാത്ത് കണ്ടിലെ തുറമുഖത്തും ഒക്കെ ഉണ്ട് അതിനുള്ള സൗകര്യങ്ങൾ. ആ കപ്പൽ കൊണ്ട് വർഷങ്ങളോളം എടുക്കും അത് തല്ലി പൊളിച്ചെടുക്കാൻ വേണ്ടി. നിർമ്മാണത്തിനേക്കാൾ കൂടുതൽ സമയം എടുക്കും പൊളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വല്ലതും കൊടുത്തിട്ട് ഇതിലെ പ്രോപ്പർട്ടി മുഴുവൻ അവർ സ്വന്തമാക്കിയതാണോ എന്നുള്ളതാണ് ഒരു സംശയം. പിന്നെ വേറൊരു സംശയമുള്ളത്, ബന്ദികളായിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോകാം. 51 ജീവനക്കാരുണ്ടായിരുന്നു. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. എന്താ കാര്യം എന്നറിയാം? ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അവർ മോചനദ്രവ്യം ആവശ്യപ്പെട്ടേന്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്തോ കൊള്ള നടന്നതായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇന്നും കോട്ടയത്തെ ആ വീട്ടിൽ ആ മരുമകൾ ആ വീടിൻ്റെ മുറ്റത്ത് എന്നെങ്കിലും ആ അച്ഛൻ്റെ കാലൊച്ച ഈ വീട്ടുമുറ്റത്ത് വരും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നുള്ള വിചാരത്തിലാണ്. ഇതിന് പ്രചോദിപ്പിച്ചത് എന്താണെന്നറിയാം? ടൈറ്റാനിക് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ, അത് 7 പതിറ്റാണ്ട് മുമ്പ് നടന്ന സംഭവമാണ്. ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ലോകമെമ്പാടും അന്വേഷണം ഊർജിതമായി. കപ്പലുകളൊക്കെ പോയിട്ട് അന്വേഷണം നടത്തി അതിൻ്റെ അവശിഷ്ടം അവസാനം കണ്ടെത്തി. സിനിമ വന്നു കഴിഞ്ഞു. അതുപോലെ ജൂഡ് എട്ടിപ്പറ്റി ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഈ കപ്പലിനെക്കുറിച്ച്. ആ സിനിമ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലെ തന്നെ അന്വേഷണങ്ങൾ വരികയും കൂടുതൽ ജാഗ്രതയോടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം, ഒരു ഓർമ്മ. സിനിമയുടെ പേരെന്താണ്? സിനിമയുടെ പേര് MV കൈരളി എന്ന് തന്നെയുള്ള പേരിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കണ്ടിട്ടില്ല. MV കൈരളി എന്നുള്ള പേരിൽ ജൂഡ് അട്ടിപ്പേറ്റി നിർമ്മിക്കുന്നതായിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. കണ്ടിട്ടില്ല, പിന്നെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ
ഇതിനെക്കുറിച്ചൊരു ആവേശം തോന്നി, അന്വേഷണം ഊർജിതമാവട്ടെ. അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും ഒരു അടയാളം അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് കിട്ടട്ടെ.